മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ഉണ്ണി മുകുന്ദൻ കേന്ദ്ര കഥാപാത്രമായി എത്തിയ മാർക്കോ. ഹനീഫ് അദേനിയാണ് ചിത്രത്തിന്റെ രചനയും സംവിധാനവും. ഉണ്ണി മുകുന്ദനെ കൂടാതെ ഒരുപാട് വമ്പൻ താരങ്ങളും ചിത്രത്തിലുണ്ട്. ഏതാണ്ട് 30 കോടി ബഡ്ജറ്റിലാണ് ചിത്രം എത്തിയത്. ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് മാർക്കോ സിനിമയിൽ അഭിനയിക്കാൻ താരങ്ങൾ വാങ്ങിയ പ്രതിഫലത്തെക്കുറിച്ചാണ്. ഓൺലൈൻ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വീഡിയോ തയ്യാറാക്കിയത്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ജഗദീഷ് മലയാളികളുടെ സ്വന്തം നടനാണ് ജഗദീഷ്. കോമഡി വേഷങ്ങൾ ചെയ്തുകൊണ്ടെത്തി ഇപ്പോൾ സിനിമകളിൽ ക്യാരക്ടർ വേഷങ്ങളും വില്ലൻ വേഷങ്ങളും ചെയ്തുകൊണ്ട് സജീവമായിരിക്കുകയാണ്. സിനിമയിൽ ടോണി ഐസക് എന്ന കിടിലൻ വില്ലൻ കഥാപാത്രമാണ് താരം ചെയ്തത്. താരത്തിന്റെ അഭിനയം കണ്ട് പ്രേക്ഷകർ ഞെട്ടിയിരുന്നു. സിനിമയിൽ ഈ വേഷം ചെയ്യാനായി കണക്കുകൾ പ്രകാരം 40 ലക്ഷം രൂപയോളമാണ് താരം പ്രതിഫലമായി വാങ്ങിയത്. സിദ്ദിഖ് മലയാള സിനിമയിൽ വില്ലനായും സഹനടനായും തന്റേതായ സ്ഥാനം കണ്ടെത്തിയ പ്രമുഖ നടനാണ് സിദ്ദിഖ്. മാർക്കോ സിനിമയിൽ ജോർജ് ഡി പീറ്റർ എന്ന കിടിലൻ വേഷമാണ് താരം ചെയ്തത്. താരത്തിന്റെ അഭിനയം തിയേറ്ററിൽ ആരാധകർ ഏറ്റെടുത്തിരുന്നു. സിനിമയിൽ ജോർജ് ഡി പീറ്റർ എന്ന വേഷം ചെയ്യാനായി കണക്കുകൾ പ്രകാരം 40 ലക്ഷം രൂപയോളമാണ് താരം വാങ്ങിയത്. ദുർവ താക്കർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും മോഡലുമായി തിളങ്ങി നിൽക്കുന്ന സ്റ്റൈലിഷ് താരമാണ് ദുർവ താക്കർ. മാർക്കോ സിനിമയിൽ ഇഷ എന്ന ഒരു പ്രധാന വേഷമാണ് താരം അഭിനയിച്ചത്. സിനിമയിൽ ഈ കഥാപാത്രം ചെയ്യാനായി ഏതാണ്ട് കണക്കുകൾ പ്രകാരം 8 ലക്ഷത്തോളമാണ് പ്രതിഫലമായി താരം വാങ്ങിയത്. അഭിമന്യു ഷമ്മി തിലകൻ മാർക്കോ സിനിമയിലൂടെ അഭിനയ മേഖലയിൽ അരങ്ങേറിയ താരപുത്രനാണ് അഭിമന്യു. അതുല്യ നടൻ തിലകന്റെ കൊച്ചുമോനും നടൻ ഷമ്മി തിലകന്റെ മകനുമാണ് അഭിമന്യു. റസൽ ഐസക് എന്ന വില്ലൻ വേഷമാണ് താരം അഭിനയിച്ചത്. അരങ്ങേറ്റ ചിത്രത്തിൽ തന്നെ മികച്ച അഭിപ്രായമാണ് താരം നേടിയത്. സിനിമയിൽ അഭിനയിക്കാൻ കണക്കുകൾ പ്രകാരം 15 ലക്ഷം രൂപയോളമാണ് താരം വാങ്ങിയത്. ആൻസൺ പോൾ മലയാള സിനിമയിൽ മറ്റൊരു യുവ നടനാണ് ആൻസൺ പോൾ. മാർക്കോ സിനിമയിൽ ഒരു പ്രധാന വേഷമാണ് താരം ചെയ്തത്. സിനിമയിൽ ദേവരാജ് എന്ന വില്ലൻ വേഷമാണ് താരം ചെയ്തത്. സിനിമയിൽ അഭിനയിക്കാൻ റിപ്പോർട്ടുകൾ പ്രകാരം 15 ലക്ഷത്തോളമാണ് താരം വാങ്ങിയ പ്രതിഫലം. റിയാസ് ഖാൻ വില്ലൻ വേഷങ്ങളിലൂടെ സജീവമായ മറ്റൊരു നടനാണ് റിയാസ് ഖാൻ. മാർക്കോ സിനിമയിൽ ഒരു കിടിലൻ വേഷം താരം ചെയ്തിട്ടുണ്ട്. എന്നാൽ താരം അഭിനയിച്ച ഭാഗം തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുമ്പോൾ കട്ട് ചെയ്തിരുന്നു. എന്നാൽ ചിത്രം OTTയിൽ എത്തുമ്പോൾ താരം അഭിനയിച്ച ഭാഗം ഉണ്ടാവുമെന്ന് പ്രൊഡ്യൂസർ പറഞ്ഞിരുന്നു. സിനിമയിൽ അഭിനയിക്കാൻ റിപ്പോർട്ടുകൾ പ്രകാരം 30 ലക്ഷം രൂപയോളമാണ് താരം വാങ്ങിയത്. കബീർ ദുഹാൻ സിംഗ് കൂടുതലായി വില്ലൻ വേഷങ്ങൾ ചെയ്തുകൊണ്ട് സജീവമായ താരമാണ് കബീർ ദുഹാൻ സിംഗ്. തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം തുടങ്ങിയ സിനിമയിലാണ് താരം അഭിനയിക്കുന്നത്. മാർക്കോ സിനിമയിൽ സൈറസ് ഐസക് എന്ന വില്ലൻ വേഷമാണ് അഭിനയിച്ചത്. സിനിമയിൽ ഈ വേഷം ചെയ്യാനായി കണക്കുകൾ പ്രകാരം 35 ലക്ഷത്തോളമാണ് താരം വാങ്ങിയ പ്രതിഫലം. യുക്തി താരേജ തെന്നിന്ത്യൻ സിനിമാ മേഖലയിൽ അഭിനയിക്കുന്ന നടിയും മോഡലുമാണ് യുക്തി താരേജ. മാർക്കോ സിനിമയിൽ ഉണ്ണി മുകുന്ദന്റെ നായികയായിട്ടാണ് താരമെത്തിയത്. സിനിമയിൽ മരിയ എന്ന കഥാപാത്രമാണ് ചെയ്തത്. സിനിമയിൽ അഭിനയിക്കാൻ കണക്കുകൾ പ്രകാരം 50 ലക്ഷത്തോളമാണ് പ്രതിഫലമായി വാങ്ങിയത്. ഉണ്ണി മുകുന്ദൻ സ്റ്റൈലിഷ് സ്റ്റാർ ഉണ്ണി മുകുന്ദനാണ് സിനിമയിൽ നായകന്റെ വേഷം ചെയ്തത്. സിനിമയിൽ മാർക്കോ ഡി പീറ്റർ എന്ന കഥാപാത്രമാണ് താരം ചെയ്തത്. സിനിമയിൽ ഈ വേഷം ചെയ്യാനായി റിപ്പോർട്ടുകൾ പ്രകാരം 1 കോടി മുതൽ 1.5 കോടിയോളമാണ് പ്രതിഫലമായി വാങ്ങിയത്. സിനിമ ഇതിനോടകം തന്നെ റെക്കോർഡ് കളക്ഷൻ നേടിക്കൊണ്ട് മുന്നേറുകയാണ്. ഉണ്ണി മുകുന്ദൻ നായകനായി എത്തിയ മാർക്കോ സിനിമ നിങ്ങൾക്ക് ഇഷ്ടമായോ? അഭിപ്രായം അറിയിക്കുക.